നമസ്കാരം, മിനിസ്റ്ററിലേക്ക് സ്വാഗതം. ചൈന എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഏവരുടെയും മനസ്സിൽ വരുന്നത് കോവിഡ് മഹാമാരിയാണ്. വുഹാനിലെ ലാബിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ആ വൈറസ് ലോകത്തെ ആകമാനം വലിയ തോതിലാണ് പിടിച്ചുലച്ചത്. നിരവധി ആളുകളുടെ ജീവനെടുത്തു. എന്നാൽ അതിനുശേഷം ഇന്ന് വരെ ചൈനയെ വിടാതെ പിന്തുടരുകയാണ് ദുരിതങ്ങളും. ചൈനീസ് ജനത ഇന്നുവരെ ആ ദുരിത ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പലതരത്തിലുള്ള വൈറസ് മഹാമാരികളും വകഭേദങ്ങളും ഒക്കെ അവിടെ ഉണ്ടായി. എന്നാൽ ഇപ്പോൾ പ്രകൃതി തന്നെ ചൈനയോട് ക്ഷോഭിക്കുകയാണ്. ചൈനയെ ഒരു വലിയ മഹാപ്രളയം പിടികൂടിയിരിക്കുന്നു. ചൈനയിലെ ഹുനാൻ പ്രവിശ്യയിലാണ് ഇത്തവണ കനത്ത മഴയെ തുടർന്ന് പ്രളയമുണ്ടായിരിക്കുന്നത്. കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട ലാബിൽ നിന്നും കേവലം 300 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. രാജ്യത്തെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകത്തിന്റെ ബണ്ടുകൾ തകർന്നാണ് ഈ വെള്ളപ്പൊക്കം അതിരൂക്ഷമായി മാറിയത്. 5700 കുടുംബങ്ങളെയാണ് വെള്ളപ്പൊക്കത്തിന് പിന്നാലെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടായത്. രൂക്ഷമായ വേനൽക്കാലത്തിലൂടെ ചൈന കടന്നു പോകുന്നതിനിടയിലാണ് മഹാപ്രളയം കൂടി അവരെ പിടികൂടിയിരിക്കുന്നത്. ജലസ്രോതസ്സുകൾ ഇങ്ങനെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ചെറുഡാം തകർന്ന് ഈ പ്രളയമുണ്ടായത് ചൈനയെ സംബന്ധിച്ച് വലിയ ആഘാതം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് ചെറുഡാം ഇങ്ങനെ തകർന്നത്. ഹുനാൻ പ്രവിശ്യയിലെ ഡോങ്ടിങ് തടാകത്തിലെ ബണ്ടാണ് ആദ്യം തകർന്നത്. ശേഷം അത് ഡാമിന്റെ തകർച്ചയ്ക്ക് കാരണമായി. സമീപ ഗ്രാമങ്ങളിലെ വയലുകളിലേക്കും പിന്നീട് വീടുകളിലേക്കുമൊക്കെ അപ്രതീക്ഷിതമായി പ്രളയജലം ഇരച്ചെത്തി. വെള്ളപ്പൊക്കം അതിരൂക്ഷമായി മാറിയതിന് പിന്നാലെ ഈ മേഖലയിലെ ഗതാഗത സംവിധാനങ്ങളൊക്കെ സ്തംഭിച്ചു, സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നു. മേഖലയിലെ എല്ലാ റോഡുകളിലേക്കുമുള്ള ഗതാഗതം കർശനമായി നിരോധിക്കേണ്ട ഒരു സാഹചര്യമാണ് ചൈനീസ് ഗവൺമെന്റിനുണ്ടായത്. കർശനമായ നിയന്ത്രണത്തിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. രക്ഷാപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ആവശ്യപ്പെട്ട് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും രംഗത്ത് വന്നിട്ടുണ്ട്. പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചുവെന്നാണ് സർക്കാരും പറയുന്നത്. 800-ലധികം രക്ഷാപ്രവർത്തകരാണ് സംഭവ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. 150-ലേറെ വാഹനങ്ങളും ഒട്ടനവധി ബോട്ടുകളും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എത്ര ആളുകൾ പ്രളയത്തിൽ അകപ്പെട്ടു എന്നുള്ളത് കൃത്യമായി സ്ഥിരീകരിക്കാനായി കഴിഞ്ഞിട്ടില്ല. അതേക്കുറിച്ചുള്ള അന്വേഷണം തന്നെയാണ് നടത്തിപ്പോരുന്നത്. ഇപ്പോൾ തകർന്നിരിക്കുന്ന ഈ ബണ്ടിന്റെ അറ്റകുറ്റപ്പണികളും സമാന്തരമായി ഒരു ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയും ഈ വെള്ളക്കെട്ട് പരിഹരിക്കാനായി ഇതിനു കുറുകെ ഒരു ബണ്ട് നിർമ്മിക്കാനുള്ള നീക്കം തന്നെയാണ് ചൈന ശ്രമിക്കുന്നത്. ഇതിന്റെ ചിത്രങ്ങൾ ചൈനീസ് ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. $74 മില്യൺ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി ഇതിനോടകം തന്നെ മാറ്റിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസവും അപ്രതീക്ഷിത പ്രളയമുണ്ടായിരുന്നു, മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഹുനാൻ പ്രവിശ്യ തന്നെയായിരുന്നു ഇതിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് വീണ്ടും വിട്ടുമാറാതെ പിടികൂടിയിരിക്കുന്നത്. 4 ദിവസത്തിനുള്ളിൽ അണക്കെട്ടിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ചൈനീസ് സർക്കാർ അധികാരികൾ വ്യക്തമാക്കുന്നുണ്ട്. 213 അടി ഉയരത്തിൽ ഗ്രാവലും മണ്ണും അടക്കമിട്ട ബണ്ടിന്റെ അറ്റകുറ്റപ്പണി പൂർത്തീകരിക്കാനുള്ളൊരു ശ്രമമാണ്. വലിയ കഠിന പ്രയത്നം തന്നെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 46 സ്ക്വയർ കിലോമീറ്റർ മേഖലയിലാണ് നിലവിൽ പ്രളയം രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇന്ത്യയിൽ അസമിലുണ്ടായ അതിരൂക്ഷമായ വെള്ളപ്പൊക്കം. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 58 ജീവനുകളാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. 23 ലക്ഷത്തിലധികം ആളുകളെ പ്രളയം ബാധിച്ചു കഴിഞ്ഞു. കച്ചാർ, കാമരൂപ്, ധുബ്രി, നാഗോൺ, ഗോൾപാറ, ബാർപേട്ട, ദിബ്രുഗഡ്, ലഖിംപൂർ, ജോർഹട്ട്, കജ്റാർ, കരിംഗഞ്ച്, ടിൻസുക്കിയ തുടങ്ങിയ ജില്ലകളെയാണ് ഏറ്റവും അധികമായി പ്രളയം ബാധിച്ചിരിക്കുന്നത്. ഗുവാഹത്തിയിൽ വെള്ളപ്പൊക്കത്തിൽ 3 ദിവസം മുമ്പ് 8 വയസ്സുകാരനെ കാണാതായ സംഭവമുണ്ടായിരുന്നു. 3 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ 8 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെടുത്തു. ജ്യോതിനഗർ സ്വദേശിയായ ഹീരാലാലിന്റെ മകൻ അഭിനാഷാണ് മരണപ്പെട്ടത്. ജ്യോതിനഗറിൽ നിന്നും 4 കിലോമീറ്റർ അകലെ രാജ്ഗഡ് പ്രദേശത്ത് നിന്നാണ് രക്ഷാപ്രവർത്തകർക്ക് കുട്ടിയുടെ മൃതദേഹം വീണ്ടെടുക്കാൻ കഴിഞ്ഞത്. മാതാപിതാക്കൾ മെഡിക്കൽ കോളേജിലെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശാസ്ത്രീയ പരിശോധനകളും തുടർ നടപടികളുമൊക്കെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കനത്ത മഴയ്ക്കിടയിൽ വീട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ് പിതാവിന്റെ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന അഭിനാഷ് പെട്ടെന്ന് തെന്നി വീണ് ഓടയിലേക്ക് പോയത്. മകൻ ഓടയിൽ വീഴുന്നത് കണ്ട ഹീരലാൽ പറ്റുന്ന രീതിയിലൊക്കെ തന്നെ രക്ഷപ്പെടുത്താനായി ശ്രമിച്ചുവെങ്കിൽ പോലും ശ്രമം വിഫലമായിരുന്നു. തീരാ ദുഃഖത്തിലേക്കാണ് അത് കലാശിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.